ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 4ാം ടെസ്റ്റ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോസ് ലഭിച്ചുകൊണ്ട് ആദ്യം ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ഓസ്ട്രേലിയ അവരുടെ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയൊരു മാറ്റമായിരുന്നു. നഥാൻ മാക്സ്വീനിക്ക് പകരം സാം കോൺസ്റ്റസിന്, യുവതാരം വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള സാം കോൺസ്റ്റസിന് അവസരം കൊടുക്കാൻ പോകുന്നു എന്നുള്ളത്. ഏതായാലും അങ്ങനെ സാം കോൺസ്റ്റസ് ഇന്ന് 4ാം ടെസ്റ്റിൽ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ പ്ലേയിങ് 11 ഓപ്പണറായി ഇറങ്ങിക്കൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിന് വലിയ തലവേദനയാവാൻ പോകുന്നൊരു താരമായിട്ട് സാം കോൺസ്റ്റസ് മാറുകയാണോ എന്നുള്ള സംശയങ്ങൾ പോലും ആരാധകർക്കിടയിൽ ജ്വലിപ്പിച്ച് കാണണം. അത്തരത്തിലുള്ളൊരു കോൺഫിഡൻസ് ആയിട്ടുള്ള മികച്ച ഗംഭീര പ്രകടനമാണ് ജഗൻ പുറത്തെടുത്തത്. എന്തിനേറെ പറയുന്നു, ജസ്പ്രീത് ബുംറയ്ക്കെതിരെ പോലും സിക്സർ അടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 2021 ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ സിക്സർ അടിക്കുന്ന ആദ്യ താരമായിക്കൊണ്ട് കോൺസ്റ്റസ് മാറുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ജസ്പ്രീത് ബുംറയെ ഭയമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺസ്റ്റസ് കളിക്കാൻ എത്തിയത് തന്നെ. ആദ്യ ഓവറിൽ യുവതാരത്തെ ശരിക്കും വിറപ്പിക്കാൻ ബുംറയ്ക്ക് സാധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് വെറും 19-കാരന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ജസ്പ്രീത് ബുംറയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ മറക്കാനാവാത്തൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് കോൺസ്റ്റസ്. അങ്ങനെയാണ് അദ്ദേഹം റൺസ് ഉയർത്തി കൊണ്ടുപോയതും. സാഹസിക ഷോട്ടുകൾ ഉൾപ്പെടെ അനായാസം കളിച്ചുകൊണ്ട് താരം റൺസ് ഉയർത്തിയപ്പോൾ അതിവേഗം തന്നെ അദ്ദേഹം തന്നെ റൺസ് കൊണ്ടുപോകുന്ന, വ്യക്തിഗത സ്കോർ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെറും 52 പന്തുകളിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് തന്റെ ആദ്യ ടെസ്റ്റ് മാച്ച്, തന്റെ ഡെബ്യൂ മാച്ചിൽ തന്നെ ഡെബ്യൂ 50 കുറിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്, അതോടുകൂടി സാം കോൺസ്റ്റസ് ബിക്കം ദ സെക്കൻഡ് യങ്ങസ്റ്റ് ഓസ്ട്രേലിയൻ ബാറ്റർ ടു സ്കോർ എ ടെസ്റ്റ് ഹാഫ് സെഞ്ചുറി. തീർച്ചയായിട്ടും ഒരു ഫിയർലെസ് ക്രിക്കറ്റ് തന്നെയാണ് ചെക്കൻ കളിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു പ്രകടനമാണ് പുറത്തെടുത്തതും. മാത്രവുമല്ല, ബുംറയൊക്കെ ഒരു ഓവറിൽ 18 റൺസ് വരെ കൺസീഡ് ചെയ്യുകയും ചെയ്തു. ഇതിന് കാരണവും 19-കാരനായിട്ടുള്ള ഈ ഒരു താരമാണ്. അനായാസം റൺസ് ഉയർത്തുന്ന കോൺസ്റ്റസ് മുഹമ്മദ് സിറാജിന്റെ ഷോർട്ട് ബോൾ തന്ത്രത്തെയും വലിയ ഷോട്ടുകളോടുകൂടി തന്നെയായിരുന്നു നേരിട്ടുണ്ടായിരുന്നതും. ഈ ഒരു പരമ്പരയിൽ ഓസ്ട്രേലിയക്ക് ലഭിച്ച ഏറ്റവും മികച്ച തുടക്കമാണ് മെൽബണിൽ ലഭിച്ചതെന്ന് കൂടി നമുക്ക് പറയാൻ കഴിയും. ഏതായാലും ഇനി എത്രയും പെട്ടെന്ന് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് സെഷനുകൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം. ഒടുവിൽ 65 പന്തുകളിൽ 60 റൺസ് എടുത്ത കോൺസ്റ്റസിനെ രവീന്ദ്ര ജഡേജ LBWൽ കുരുക്കിക്കൊണ്ടാണ് മടക്കുന്നത്. ഏതായാലും വാട്ട് എ ഫിയർലെസ് ക്രിക്കറ്റ് ഹി ഹാഡ് പ്ലേഡ് എന്ന് തന്നെ വേണം പറയാൻ. ഇനി നമുക്ക് ടീം ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയേ മതിയാവോ, അല്ലെങ്കിൽ അത് വലിയ തോതിലുള്ള പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്ക് കാത്തിരിക്കാം ടീം ഇന്ത്യയുടെ ബോളർമാരുടെ മാസ്മരിക പ്രകടനത്തിന് വേണ്ടി തന്നെ. അടുത്തൊരു വീഡിയോ 10 വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.